ഹൈവേകളിൽ നടുക്കൂടിയായിരിക്കില്ലേ KSRTC ബസ് ഓടുക. നമ്മുടെ ഈ KSRTC ബസ്സിൻ്റെ പൊട്ടന്മാരായ ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ ധിക്കാരികളായ ഡ്രൈവർമാരെ ആരാണ് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക? നമ്മുടെ മന്ത്രി ഉൾപ്പെടെയുള്ള ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ആരെങ്കിലുമൊക്കെ ഒരു പരിശീലനം കൊടുത്തുകൂടെ? ഒരു സർക്കുലർ ഇറക്കിയാൽ പോരെ, നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് വണ്ടി ഓടിക്കേണ്ടത്? സംസ്കാരശൂന്യത ഇത്. ഈ റോഡ് സംസ്കാരം നമ്മൾ വലിയ അത്ഭുതകരമായ കാര്യമല്ല, പക്ഷേ നമ്മൾ റോഡിൽ വരകളിടും, കുറികളിടും, എന്തെല്ലാം കാണിക്കും, ബോർഡുകൾ വെക്കും, 6 വരിയുള്ള പാതയുണ്ടാക്കും. പക്ഷേ നമ്മുടെ ലോറി ഡ്രൈവർമാരെയോ ബസ് ഡ്രൈവർമാരെയോ സാധാരണ വാഹനം ഓടിക്കുന്ന ആളുകളെയോ ഒന്നും ആ റോഡിൽ എന്ത് മര്യാദയാണ് പാലിക്കേണ്ടത്, ഇതിൽ ഏത് ട്രാക്കാണ് എനിക്കുള്ളത്, എങ്ങനെയാണ് മറ്റു വണ്ടികൾ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കേണ്ടത്? ഇത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ശബ്ദമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അദ്ദേഹം പറഞ്ഞത് 100% ശരിയല്ലേ? നമ്മളെല്ലാവരും അതിനോട് യോജിക്കുന്നു. ഈ റോഡിലെ മാർക്കിങ്സുകളുടെ അർത്ഥങ്ങൾ അറിയാതെ അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടും അവഗണിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല നിരപരാധികളായവരും ചിലപ്പോൾ അതിന് ഇരയായെന്ന് വരാം. അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു എളിയ ഒരു സംഭാവന അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു പരിശ്രമം, ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വരകളുടെ അർത്ഥങ്ങൾ, കുറച്ച് വരകളെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു. ആദ്യം നമുക്ക് സീബ്ര ലൈൻ പരിചയപ്പെടാം. ഇതെല്ലാവർക്കും അറിയാം. ഇത് ആളുകൾക്ക്, കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ളതാണെന്ന്. പക്ഷേ പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. അല്ല എങ്കിൽ കൂടിയും നമ്മൾ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കണം എന്നാണ് ആ സീബ്ര ലൈൻ നമ്മളോട് പറയുന്നത്. അടുത്തതായി കാണുന്നത് പോലെ റോഡിൻ്റെ നടുവിലുള്ള ഇടവിട്ടുള്ള വര, അതിനെ ബ്രോക്കൺ ലൈൻസ് എന്നാണ് വിളിക്കുന്നത്. ഇത് തിരക്ക് കുറഞ്ഞ റോഡുകളിലാണ് സാധാരണ കാണാറ്. നമുക്ക് ഇവിടെ ഓവർടേക്കിംഗ് അനുവദനീയമാണ്. സൗകര്യപൂർവ്വം ശ്രദ്ധിച്ച് ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുന്ന വരകളാണ് ഈ കാണുന്നത്. ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലൈനാണ് നീളത്തിലുള്ള ഇടവിട്ടുള്ള വര. ഇതിനെയാണ് ഹസാർഡ് വാർണിംഗ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണയായി കണ്ടുവരുന്നത് 7 ലൈനാണ്. ഇത് നമ്മളോട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് തിരക്കുള്ള ഒരു ജംഗ്ഷനിലേക്കോ അല്ലെങ്കിൽ സീബ്ര ക്രോസിങ്ങിലേക്കോ മറ്റുമായിരിക്കാം ഇത് ചെന്ന് കയറുന്നത്. അടുത്തതായി കാണുന്നത് സോളിഡ് ലൈൻ. റോഡിൻ്റെ സെൻറ്ററിലൂടെ ഈ ഒറ്റ വരയാണ് സോളിഡ് ലൈൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ലൈൻ നമ്മളോട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരിക്കലും നമ്മൾ മറികടക്കരുത്, ഈ ലൈൻ ക്രോസ് ചെയ്യരുത് എന്നാണ് ഈ ലൈൻ നമ്മളോട് പറയുന്നത്. ഇത് സാധാരണയായി വളവുകളിലും അപകടം നിറഞ്ഞ സ്ഥലങ്ങളിലും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലുമാണ് ഈ സോളിഡ് ലൈൻ സാധാരണയായി കാണാറ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് വാഹനം ഓടിച്ചതിൻ്റെ ഒരു ഇരയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് യെല്ലോ സോളിഡ് ലൈൻ. ഈ ലൈൻ ഒരിക്കലും മുറിച്ച് കടക്കാൻ പാടില്ല. മുറിച്ച് കടക്കുന്നത് കുറ്റകരമാണ്. ഈ ലൈൻ സൂചിപ്പിക്കുന്നത് കാഴ്ച ദൂരക്കുറവുള്ള റോഡുകളിലും വലിയ വളവുകൾ എത്തുന്നതിന് മുമ്പുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇത് തരുന്നത്. ഇവിടെ ഓവർടേക്കിംഗ് കർശനമായി നിരോധിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ലെവൽ ഡബിൾ യെല്ലോ ലൈൻ അല്ലെങ്കിൽ വൈറ്റ് ലൈൻ. ഇത് സൂചിപ്പിക്കുന്നത് അപകട സാധ്യത നിറഞ്ഞ വഴികളും ജനത്തിരക്കുള്ള സ്ഥലങ്ങളോ ജംഗ്ഷനുകളോ അതുപോലെ വലിയ വളവുകളോ ഒക്കെയാണ് ഇത് നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ മുൻപിലുള്ള വാഹനത്തെ പോലും നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. അടുത്തതായി ഈ കാണുന്നത് പോലെ ഒരു സൈഡ്, നമ്മുടെ സൈഡ് സോളിഡ് ലൈനും മറ്റു സൈഡ് ബ്രോക്കൺ ലൈനുമാണെങ്കിൽ നമുക്ക് ഓവർടേക്കിംഗ് പാടില്ല. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യാവുന്നതാണ്. ഇത് നേരെ തിരിച്ചും വരും. നമ്മുടെ സൈഡ് ബ്രോക്കൺ ലൈനും അപ്പുറത്തെ സൈഡ് സോളിഡ് ലൈനും. അതിനർത്ഥം അപ്പുറത്തുള്ളവർക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും സോളിഡ് ലൈൻ ഉള്ളയാൾ അല്പം ഇടതുവശം ചേർന്ന് വണ്ടി ഓടിച്ച് പോകേണ്ടതാണ്. അടുത്തതായിട്ട് യെല്ലോ ബോക്സ് ജംഗ്ഷൻ. ഇത് മെയിൻ റോഡുകൾ വന്നു ചേരുന്ന ഒരു ജംഗ്ഷൻ ആയിരിക്കും. മിക്കവാറും അവിടെ ജനസാന്ദ്രത കൂടിയ ഏരിയ കൂടിയായിരിക്കും. ഈ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ വാഹനം നിർത്താനോ യൂ ടേൺ എടുക്കാനോ പാടുള്ളതല്ല. കടന്നു പോകാൻ സാധിക്കുമെങ്കിൽ മാത്രം ഇതിനുള്ളിൽ കയറുക, അല്ല എങ്കിൽ ഇതിൻ്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ബ്രോക്കൺ ലൈൻ വിത്ത് ലെഫ്റ്റിലേക്കുള്ള ആരോ. ഇവിടെ ഇടതുവശം ചേർന്ന് വാഹനം ഓടിച്ച് പോവുക. മുൻപിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പിന്നെ അടുത്തതായി ഇതുപോലെ ഏണി വര. ഇത് ഡിവൈഡറിന് തുല്യമാണ്. ഇത് ചെന്ന് കയറുന്നത് ഒരു ഡിവൈഡറിലേക്കോ മറ്റോ ആയിരിക്കാം. അടുത്തതായി സിഗ്സാഗ് ലൈൻ. ഇത് സ്ലോ ഡൗൺ ആണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. വലിയ ജംഗ്ഷനുകളോ സീബ്ര ക്രോസിങ്ങോ മുൻപിലുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ട്രാഫിക്കിൻ്റെ കൂടുതൽ വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം ജിത്തുനാഥ്. താങ്ക്സ് ഫോർ വാച്ചിങ്.